അതുപോലെ ട്രാക്ക് പോക്കറ്റിലിട്ട് നിൽക്കുന്ന അസീസ്, സംസാരിച്ചാൽ കോമഡി മാത്രം പറയുന്ന കുട്ടിയെങ്കിൽ എല്ലാവരും ഇവിടെ ഉണ്ടപ്പം ഞാൻ മൈക്ക് പിന്നെ കൊച്ചാപ്പിച്ചാൻ്റെ എൻട്രി 9:30 ശേഷം ഉണ്ടാകും. ഒത്തിരി ആർട്ടിസ്റ്റിനൊപ്പം ഞാൻ മൈക്ക് കൈമാറുകയാണ്. ഉല്ലാസം. നമസ്കാരം. കൂടുതലൊന്നും പറയാനില്ല. എല്ലാം ഭംഗിയായിട്ട്, വളരെ ഭംഗിയായിട്ടല്ലേ നമ്മുടെയൊക്കെ മനസ്സിൽ തോന്നിയ കാര്യങ്ങളെല്ലാം നോബി വളരെ നമ്മൾ പഠിച്ചു വെച്ചതും നമ്മൾ ചർച്ച ചെയ്തതുമായ എല്ലാ കാര്യങ്ങളും മുന്നേ കയറി നോബി പറഞ്ഞു. അതുകൊണ്ട് നമുക്കൊന്നും പറയാനില്ലാതായി. കുഴപ്പമില്ല, ആ ചുവട് വെച്ച് ഞാനങ്ങനെ കയറാം അല്ലേ. അപ്പോൾ എന്തായാലും ഈ മുല്ലപ്പന്തൽ ഉല്ലാസിൻ്റെ മുന്തിരിപ്പന്തൽ നമ്മുടെ അല്ല എറണാകുളത്തെ മറ്റേ മുല്ലപ്പന്തലില്ലേ, അതിൻ്റെ ഓർമ്മയായി. അതെ, മുന്തിരിപ്പന്തൽ, ഉല്ലാസിൻ്റെ അല്ല, നമ്മളുടെ എല്ലാവരുടെയും പന്തളത്തെ എല്ലാ ആൾക്കാരും നമ്മൾ സ്നേഹിക്കുന്ന എല്ലാവരുടെയും പ്രോത്സാഹിപ്പിക്കുന്ന എല്ലാവരുടെയും മുന്തിരിപ്പന്തൽ ആകട്ടെ എന്ന് ആശംസിക്കുന്നു. അത് വളർന്ന് പന്തലിക്കട്ടെ. ഉല്ലാസ് വളരെ ആത്മാർത്ഥമായിട്ടാണ് നമ്മളോടെല്ലാം പറഞ്ഞത്. ആളിയാൻ നമ്മളിങ്ങനെ തുടങ്ങിയാണ്, എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. അപ്പം നമ്മൾ പറഞ്ഞു നമ്മുടെ സഹകരണമല്ല, നമ്മളെപ്പോഴും നിൻ്റെ കൂടെ ഉണ്ടല്ലോ, നാട്ടുകാർ നിൻ്റെ കൂടെ ഉണ്ട്, പിന്നെ പേടിക്കണ്ട, എല്ലാവരും കൂടെ കാണും. എല്ലാവരുടെയും സഹകരണവും സ്നേഹവും എല്ലാം ഉല്ലാസിനോടൊപ്പം ഉണ്ടാവണം. എല്ലാവിധ ആശംസകളും നേരുന്നു, അതിനോടൊപ്പം പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. മുന്തിരിപ്പന്തൽ രണ്ടൊക്കെ അക്ഷരത്തിൽ എഴുതിയില്ല. അപ്പോൾ എന്തായാലും നമ്മുടെ സഹോദരൻ ഉല്ലാസേട്ടൻ യഥാർത്ഥത്തിൽ സത്യം പറഞ്ഞാൽ സ്കിറ്റുകൾ കളിക്കുമ്പോഴാണ് അദ്ദേഹം അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമോ എന്തെങ്കിലും ചെയ്താൽ ഒരു ആർട്ടിസ്റ്റായിട്ട് വന്നാൽ 100% അദ്ദേഹത്തിൻ്റെ ആ കഴിവും അദ്ദേഹം നമുക്ക് തരുന്ന ആ പ്രകടനം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടും. അതുപോലെ തന്നെയാണ് ഈ മുന്തിരിപ്പന്തലും അദ്ദേഹം കൊണ്ടുപോകുന്നത് 100% വിശ്വസിക്കുന്നു. ദൈവാധീനം കൊണ്ട് ഇത് വൻ വിജയമാകട്ടെ, ഇത് മുന്നോട്ട് പോകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ ആശംസകളും എൻ്റെ ഉല്ലാസനെ ഞാൻ ആശംസിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ഉല്ലാസനെ വളർത്തിയ നമ്മളെ പന്തളത്തുള്ള എല്ലാവരും ഇത് വൻ വിജയമാക്കണമെന്ന് ആത്മാർത്ഥമായി അപേക്ഷിക്കുകയാണ്, അതിലുപരി പ്രാർത്ഥിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. തുടങ്ങാൻ സംസാരിച്ചപ്പോൾ തന്നെ ഉല്ലാസ് പറഞ്ഞത് അല്ല, സീരിയസ് ആയിട്ട്, തമാശയല്ല, നല്ല ആഹാരം കൊടുക്കുക, അതാണ് എൻ്റെ ലാഭം. അങ്ങനെയുള്ള ഒരു കാര്യമല്ല, നല്ല വൃത്തിയുള്ള ഭക്ഷണം വിശ്വസിച്ച് കഴിക്കാവുന്ന ഒരാൾ ഒരു ദിവസം വന്ന് കഴിച്ചാൽ അടുത്ത ദിവസം അയാൾ വരണം. ആ രീതി ആത്മാർത്ഥമായിട്ട് നല്ല വൃത്തിയുള്ള രുചികരമായ ഭക്ഷണം കൊടുക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥനയെല്ലാം ഉല്ലാസിനോടൊപ്പം വേണം, സഹകരണവും.